നമ്മുടെ ശരത് സാറിന്റെ പാട്ടുകളൊക്കെ പാടാൻ കുറച്ച് കഷ്ടപ്പാടാണെന്ന്. അത് അത് വളരെ സത്യമാണ്. അത് കുറച്ചൊന്നും ആരാ കുറച്ചെന്ന് പറഞ്ഞു? ആര് പറഞ്ഞു കുറച്ച്? പറഞ്ഞെങ്കിൽ വിളിച്ചോണ്ട് കുറച്ചങ്ങോട്ട് മാറ്റിയേക്കാം. ശ്രീരാഗമോ മതിയല്ലോ. അതെ, ഈ ശ്രീരാഗമോ ചെയ്യുമ്പം ശരത്തേട്ടൻ എത്ര, ഞാൻ സോറി കേട്ടോ പ്രായം ഒന്ന് പറയുകയാണേ, എത്ര വയസ്സിലാണ് പവിത്രം എന്ന് പറഞ്ഞ ഫിലിം ശ്രീരാഗമോ അല്ലെങ്കിൽ അതിലുള്ള പാട്ടുകൾ ചെയ്യുന്നതെന്നറിയോ? ചുമ്മാ ഒരു ഗസ് അടിക്കുക പാറു, എത്ര വയസ്സിലായിരിക്കും? ചുമ്മാ 12. അല്ല ചുമ്മാ അല്ല ഒരു ഗസ്. ഇതുപോലൊരു ഹെവി മൂവി, അതും അതിന്റെ കഥ അറിയാമല്ലോ. 20. 23. 23 വയസ്സിൽ നമ്മളൊക്കെ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഞാനൊക്കെ കോൽക്കളി കളിച്ചോണ്ടിരിക്കുന്നു. 23 വയസ്സിലാണ് പവിത്രം പോലത്തെ ശ്രീരാഗമ പോലത്തെ ഒരു പാട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട് മക്കളെ. എന്നാ ഹരിച്ചേട്ടാ ശ്രീരാഗം എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ചേട്ടാ, പിള്ളേരുടെ ഒക്കെ ധൈര്യം എനിക്കില്ല. അത് കുഴപ്പമില്ല. നീ പാടടേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജഡ്ജ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അതെ, എന്നെ അടുത്ത് കൊല്ലും. ഞാൻ അതില് താളമയഞ്ഞു പാടാം, അതാ കുറച്ചും കൂടി. ഓക്കെ, ശരത് സാർ എക്സൈറ്റഡ് ആണോ? പിന്നെ അല്ല, ഈ ചെക്കൻ്റെ പാട്ട് എനിക്ക് കുറേ ഇഷ്ടമാണ്. അവൻ പാടി കേൾക്കാനുള്ള ഒരു ഇതുണ്ട്. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം.